എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവസാന നിമിഷത്തിലെ ഒരു 3/4 മണിക്കൂറോളം കുറച്ച് ഡൗണിലേക്ക് വന്നെങ്കിലും ഇന്ന് നല്ല ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സോടുകൂടി തന്നെയാണ്. നിഫ്റ്റി രാവിലെ കുറച്ച് മടിച്ചെങ്കിലും ഈ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ നിഫ്റ്റി ഫിനാൻസൊക്കെ മെയിനായിട്ട് ഈ ധനകാര്യ മേഖലകൾ അതിലാണ് ഒരു പെട്ടെന്നുള്ള ഒരു ഇന്നലെ തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് വരാൻ വലിയ ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യലും പിന്നെ നിഫ്റ്റി നല്ല ക്രാഷായപ്പോൾ അതിന് കൂടെ ചുവട് പിടിച്ചു എന്ന് മാത്രം. പക്ഷേ ഇന്ന് ശരിക്കും നിഫ്റ്റിയെ പോലും വലിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. അതിന് ഈ ബാങ്കിങ് സംവിധാനത്തിൽ പണം ലഭിക്കുന്നത് വർദ്ധിപ്പിക്കാൻ RBI പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഫെബ്രുവരിയിൽ പലിശ നിരക്കുകളൊക്കെ കുറയ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള ഈ സർക്കാർ സെക്യൂരിറ്റികളുണ്ട്, അത് വന്നിട്ട് 60,000 കോടി രൂപയുടെ മൂല്യമുള്ള ആ സെക്യൂരിറ്റികൾ തിരികെ വാങ്ങാനാണ് RBI തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു തീരുമാനം വിദഗ്ധർ പറയുന്നത്, വിദഗ്ധരുടെ അഭിപ്രായം, ഇതിന് പുറമെ VRR ലേലം വഴി 50,000 കോടി രൂപ കൂടെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊരു 0.5% പലിശ കുറയ്ക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലകളിലെയും ബാങ്കുകളായിരിക്കും ഇതിന് തുടക്കം കുറിക്കുക എന്നുള്ളതുമുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ US ട്രഷറി ആദായത്തിൽ 9.5 ബേസിസ് പോയിൻറ്റിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് മാർക്കറ്റിന് പോസിറ്റീവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിമാൻഡ് സംബന്ധിച്ച ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് അസംസ്കൃത എണ്ണവിലയിൽ 2% ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനൊരു അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ടോട്ടലി പറയുന്നത് വിലക്കയറ്റ ഭീഷണി ചെറുത്ത് പണപ്പെരുപ്പം കുറയ്ക്കാൻ ഇതൊക്കെ സഹായകമാകും എന്നുള്ള ആ ഒരു പിൻബലത്തിലാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷയിൽ ഇന്നത്തെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്കും എത്തിയത്, ഒരു റിക്കവറി മോഡിലേക്കും എത്തിയത്. ഇതുപോലെ ഓരോ ദിവസവും നല്ല റിക്കവറി മോഡിലേക്ക് വന്നാൽ അത്യാവശ്യം ഇപ്പോൾ ഇന്നൊക്കെ നമ്മുടെ ട്രേഡിംഗ് നല്ല പ്രോഫിറ്റോടു കൂടിയാണ് ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. നല്ല യാതൊരു ടെൻഷനും ഇല്ലാത്ത ട്രേഡിംഗ് ആയിരുന്നു ഇന്ന്. നല്ല പ്രോഫിറ്റോടു കൂടി ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വീഡിയോ വഴി പറഞ്ഞ ആ ലെവലുകളും ഒന്ന് പരിശോധിക്കുക. നോക്കൂ, 1 ഹവറിലും 15 മിനിറ്റ്സിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് നോക്കൂ, നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ രീതി തന്നെയായിരിക്കും. ബാങ്ക് നിഫ്റ്റി പിന്നെ ഇവിടെ നിന്നും ഓപ്പൺ ചെയ്തിട്ട് അല്പം താഴെ വന്നതിന് ശേഷം വീണ്ടും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. നമുക്ക് 1 ഹവർ ടൈം ഫ്രെയിമിൽ ഇതിൽ നിന്ന് 48,610 നിന്ന് സുഖസുന്ദരമായി എൻട്രി ലഭിച്ചിട്ടുണ്ട്. നോക്കൂ, നല്ല പ്രോഫിറ്റോടു കൂടി ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും. അതുപോലെ തന്നെ സെൻസെക്സും ഇന്ന് നമ്മളെ നിരാശപ്പെടുത്തിയില്ല. നല്ല പ്രോഫിറ്റോടുകൂടി തന്നെ നമുക്ക് സെൻസെക്സിലും ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ജനുവരി മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീഡിയോ വഴി ട്രേഡ് ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ലോസ് 1-2 ദിവസം ഇല്ല, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓർമ്മയില്ല, അടിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് എൻട്രി ലഭിക്കാതിരുന്നിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ. അല്ലാത്ത ദിവസങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇത് മാത്രം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് നല്ല പ്രോഫിറ്റോട് കൂടി ഓരോ മാസവും ഇറങ്ങാൻ പറ്റും. മന്ത്ലി റിട്ടേൺ നോക്കുമ്പോൾ നല്ല തെറ്റില്ലാത്ത ഒരു ഇൻകം സേവാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഏതായിരുന്നാലും ഈ മാസം ഞാൻ തുടക്കത്തിൽ കാലണ്ടറിൽ അപ്ഡേറ്റ് ചെയ്താണ്. ഇടയിൽ സിസ്റ്റം ഒരു ഫോർമാറ്റ് ആവശ്യമായി വന്നുകൊണ്ട് ഡാറ്റകളൊക്കെ പോയി. പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്ത് രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യണം, അതിന് നിന്നില്ല. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇന്ന് 27 28, 29, 30 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മന്ത് എന്തായാലും
ശരിക്ക് നമുക്ക് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യാം. നമുക്കിനി നാളെ ട്രേഡ് ചെയ്യാനുള്ള വകകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് പോകുന്നു. പക്ഷേ ഈ ട്രെൻഡ് ലൈന് വരെ ഒന്നും വന്നില്ല. അന്ന് നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് സുഖസുന്ദരമായിട്ടൊരു റാലി നടത്തിയത്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഈ ട്രെൻഡ് ലൈൻ അങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് ഇവിടെ ഒരു ലൈന് ഒരു സപ്പോർട്ട് വരച്ചുകൊണ്ട് നമുക്ക് അതിന് മുകളിലായിട്ട് എൻട്രി എടുക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, ഇതൊരു സപ്പോർട്ട് സോണാണ്. ഇപ്പോൾ നിൽക്കുന്നതും ഈ ഒരു സപ്പോർട്ട് സോണിലാണ്. നമുക്ക് നാളെ ട്രേഡ് ചെയ്യാൻ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്ന് എടുത്തു പോവാം. 75,620 താഴെ അല്ലെങ്കിൽ 75,600 താഴെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും, അതുപോലെ 1 ഹവറിൽ നോക്കുകയാണെങ്കിൽ 75,300 താഴെയും സെൻസെക്സിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ അപ്സൈഡിലേക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് 76,500 മുകളിൽ എൻട്രി എടുക്കാം. അതേപോലെ 1 ഹവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് 76,700 മുകളിൽ 1 ഹവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കൂ, ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെ ശരിക്കും പറഞ്ഞാൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, കുറച്ചുകൂടെ മുകളിലേക്ക് വെച്ചാൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടില്ല. അതേസമയം നമുക്ക് ഈ ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു കൺഫർമേഷൻ അല്ല. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ കുറച്ച് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്ന് തോന്നുന്നു. 1 ഹവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെക്കുകയാണെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടില്ല. ചെയ്തതിന് ശേഷം താഴെ വന്നിട്ട് വീണ്ടും ഈ റെസിസ്റ്റൻസിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കാം. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചോളം അപ്സൈഡിലേക്ക് 49,240 മുകളിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 48,440 താഴെയും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് പോകാം. അത് തന്നെ നമുക്ക് 1 ഹവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇതിന് താഴെ എൻട്രി എടുക്കാം. 47,990 താഴെ 1 ഹവർ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡിലേക്കും, അപ്പ് സൈഡിലേക്ക് വരുമ്പോൾ 49,460 മുകളിൽ അപ്പ് സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈന് ഇതിൻ്റെ നാളെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. അതുകൊണ്ട് ഈ ഒരു 23,150 മുകളിൽ എൻട്രി എടുത്താൽ മതിയാവും. 23,150 ഇന്ന് ഏറ്റവും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാളത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോക്കൂ, 22,976 അതായത് ആ ഒരു 23,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവലിന് താഴെയാണ്. പക്ഷേ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നാളെ അപ്പ് സൈഡിലേക്ക് പോകുന്ന രൂപത്തിലാണ് കാണുന്നത്. 1 ഹവർ ടൈം ഫ്രെയിമിലും നാളെ അപ്പ് സൈഡിലേക്ക് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. അതേസമയം 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പോൾ ഡൗൺ സൈഡിലേക്ക് വരാനുള്ള സാധ്യതയും എഴുതി തള്ളാൻ കഴിയുന്നതല്ല. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. എന്നിരുന്നാലും നമ്മളെ വീഡിയോ കാണുന്നവർക്കൊരു എഡ്യൂക്കേഷൻ ആ ഒരു ലെവലിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. 23,150 മുകളിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഡൗൺ സൈഡിലേക്ക് 22,850 താഴെയും നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അത് തന്നെ നമുക്ക് 1 ഹവറിലേക്ക് മാറ്റുമ്പോൾ ഇപ്പോൾ നമ്മളിന്ന് നല്ലൊരു റാലി കണ്ടു. അപ്പോൾ നാളെ റിക്കവർ മോഡിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ട് നാളെ അപ്പ് സൈഡിലേക്ക് കണ്ണു മൂടി പോയാൽ ചിലപ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്.
ശ്രദ്ധിച്ച് ചെയ്യേണ്ട ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. നോക്കൂ, 23,350 മുകളിൽ അപ്പ് സൈഡിലേക്കും 1 അവർ ടൈം ഫ്രെയിം, ഡൗൺ സൈഡിലേക്ക് 22,780 താഴെ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ രൂപത്തിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് വ്യക്തമായി ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് എല്ലാം കൃത്യമായി ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.